വിഴിഞ്ഞത്തുനിന്ന് വരുന്നു. എനിക്ക് സെപ്റ്റംബർ 15-ാം തീയതി ഒരു സർജറി തീർന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരമെല്ലാം ചൊറിഞ്ഞു പൊട്ടുകയും ബ്ലഡും നീരുമായിട്ട് വരികയും ചെയ്ത് ഞാൻ 6 ദിവസം ഞാൻ ആശുപത്രിയിൽ കിടന്നിരുന്നു. എനിക്ക് റിപ്പും ഇഞ്ചക്ഷൻ മാത്രം തന്നെ തന്നിരുന്നു. അതിൻ്റെ അലർജി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഡോക്ടറെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു അതുമായിട്ടുള്ള ഒരു സംബന്ധവുമില്ല, നിങ്ങൾ സ്കിൻ ഡോക്ടറിനെ ഒന്ന് കാണിക്കുക. ഞങ്ങൾ സ്കിൻ ഡോക്ടറെ കാണിച്ച് അവർ പറഞ്ഞു 8 ആഴ്ച എന്നെ മരുന്നും കഴിക്കാൻ പറഞ്ഞു. 8 ആഴ്ചയും ഞാൻ മരുന്ന് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്ത് ഓയിൽമെൻറ്റ് പുരട്ടുകയും ചെയ്ത് എനിക്കൊരു കുറവും ഇല്ലായിരുന്നു. എന്നിട്ട് അത് ചിലർ പറയുന്നു അത് ചിലന്തി വല്ലതും കടിച്ചതാണ്, നീ ആയുർവേദ മരുന്ന് കഴിച്ചോ എന്ന്. ഞങ്ങൾ ആയുർവേദയിലും കൊണ്ട് കാണിച്ചു, അതും ഒരു മാറ്റം ഇല്ലായിരുന്നു. എനിക്കൊരു യാത്ര പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ദിവസവും രാവിലെ കുളിച്ചാൽ രാത്രി മേല് കഴുകി ഓയിൽമെൻ്റ് ഇടും, എന്നാലും ഒരു മാറ്റവുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ വന്നു ഉടമ്പടി പുതുക്കാനും ഉണ്ട്. ഈ യാത്ര ഞാൻ എങ്ങനെ ചെയ്യും? എനിക്ക് ചൊറിയുമ്പോൾ എന്നെ കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇതിൻ്റെ പ്രതികാരം എന്തെന്ന് നീ ഒന്ന് പറഞ്ഞതാ, ഞാൻ എങ്ങനെ ഈ യാത്ര ചെയ്യും ഈ ശരീരത്തെ കൊണ്ട്? അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉടമ്പടി പുതുക്കാനല്ലേ പോണു, എൻ്റെ ആവശ്യമൊന്നും ഞാൻ വയ്ക്കട്ടെ, അമ്മ അത് പൂർണ്ണമായി എനിക്ക് മാറ്റി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഉടമ്പടിയിൽ വച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് അവിടെ ഒരു പാട് പോലും ഇല്ലായിരുന്നു. അമ്മയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ മകൾ BSc നഴ്സിന് പഠിക്കുന്നു. അവൾക്ക് ഫസ്റ്റ് ഇയർ പരീക്ഷയിൽ തന്നെ 4 വിഷയം പോയി, 1 മാത്രം കിട്ടി. ഓരോ വിഷയത്തിനും 5 മാർക്കാണ് അവൾക്ക് പോയത്. അവൾ രാത്രി റിസൾട്ട് അറിഞ്ഞ് എനിക്ക് 1 മണിയായി വിളിച്ച് അമ്മയെ കിടന്ന് കരച്ചാൽ ഞാൻ വേറെ വല്ലതും ഭയന്ന് എന്തുമുള്ള കാര്യം പറ അമ്മ, എൻ്റെ കൂടെ എൻ്റെ റൂമിലിരിക്കുന്ന എല്ലാ പിള്ളേരും ജയിച്ചു, ഞാൻ മാത്രം 4 വിഷയത്തിന് പോയി. അമ്മ എനിക്കൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല അമ്മ, എനിക്ക് ചാകാൻ തോന്നുന്നു. മോളെ നീ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ദൈവം ഒരു തോൽവി തന്നാൽ ഒരു വിജയത്തിൻ്റെ ഇതായിരിക്കും, നീ സമാധാനപ്പെടും. നമുക്ക് പിന്നെ സപ്ലൈ ഒന്നും എഴുതാൻ എഴുതാൻ പറ്റും മോളെ, ധൈര്യമായിട്ട് എഴുത്, കൃപാസന അമ്മ നിൻ്റെ കൂടെ ഉണ്ട് ഇങ്ങനെ പറഞ്ഞു. അവൾ പരീക്ഷ എഴുതി, അതിൽ ഫസ്റ്റ് ക്ലാസ് മാർക്കോടെ പാസ്സാകുകയും ചെയ്തു. സെക്കൻഡ് ഇയറിൽ 4 വിഷയം അവൾക്ക് കിട്ടി, 1 വിഷയം പോയി. അത് പാടുള്ള വിഷയമായിരുന്നു, അവൾക്കൊന്നും മനസ്സിലാവില്ല. എന്നിട്ട് സപ്ലൈക്ക് അവൾ കൊടുത്തിരുന്നു. സപ്ലൈ പരീക്ഷ വന്നപ്പോൾ അവർ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അവർക്ക് അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അമ്മ എനിക്ക് ഒന്നും അറിഞ്ഞൂടമ്മ, ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തലഭ്രാന്ത് വന്നു. ഞാൻ 1 മാത്രം തന്നെ എഴുതി. യാതായാലും അമ്മ പൈസ മാറ്റി വെച്ചോ, ഞാൻ അടുത്ത പരീക്ഷയും കൂടെ ഞാൻ എഴുതാമെന്ന്. ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട, നമുക്ക് വണക്കമാസത്തിൽ ഒന്ന് വച്ചു കൊടുക്കാം, അമ്മ അത് തീർച്ചയായും പരിഹരിക്കും. അമ്മ എനിക്ക് വിശ്വാസം, അത് എനിക്ക് ഉറപ്പില്ലമ്മ, ഞാൻ ജയിക്കുമില്ലമ്മ. അങ്ങനെ 17 പിള്ളേരുണ്ടായിരുന്നു, അതിലും പരീക്ഷ എഴുതി 4 പിള്ളേർ മാത്രം ജയിച്ചു, ബാക്കി 13 പിള്ളേരും തോറ്റ്. ഇതിനും അമ്മയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം.